Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Determine the rank of the matrix A 111 123 125. ഡിസംബർ 2019 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു മെട്രിക്സിന്റെ റാങ്ക് നമുക്ക് കണ്ടുപിടിക്കണം. റാങ്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഈ മെട്രിക്സിനെ എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എലിമെന്ററി റോ വൈസ് ഓപ്പറേഷനിലൂടെ ഈ മെട്രിക്സിനെ നമ്മൾ എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് ആ എക്ലോൺ ഫോമിലേക്ക് എത്ര നോൺ സീറോ റോസ് നോക്കണം. ആ നമ്പർ ഓഫ് നോൺ സീറോ റോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റാങ്ക് എന്ന് വിളിക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന മെട്രിക്സ് എഴുതാം. തന്നിരിക്കുന്ന മെട്രിക്സ് അതാണ് 1 1 1 1 2 3 1 2 5. ഇതാണ് തന്നിരിക്കുന്ന മെട്രിക്സ്. ഈ തന്നിരിക്കുന്ന മെട്രിക്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ നിർത്തുന്നു R1. സെക്കൻഡ് റോയിലെ ഈ എലമെന്റിനെ ഈ 1നെ നമ്മൾ എന്താക്കി മാറ്റുന്നു? 0 ആക്കി മാറ്റണം. അപ്പൊ R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. 1ൽ നിന്ന് 1 കുറച്ച് കഴിയുമ്പോൾ 0 വരും. 2ൽ നിന്ന് 1 കുറച്ച് കഴിയുമ്പോൾ 1 വരും. 3ൽ നിന്ന് 1 കുറച്ച് കഴിയുമ്പോൾ 2 വരും. ഇനി R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. 1ൽ നിന്ന് 1 കുറച്ച് 0 വരും. 2ൽ നിന്ന് 1 കുറച്ചാൽ 1 വരും. 5ൽ നിന്ന് 1 കുറച്ചാൽ 4 വരും. അപ്പൊ ഇവിടെ ആ സ്റ്റേജിൽ എന്ത് ചെയ്തു? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റിന്റെ താഴെയുള്ള എല്ലാ അംഗങ്ങളെയും നമ്മൾ എന്താക്കി? 0 ആക്കി മാറ്റി. 0 ആക്കാനായിട്ട് ചെയ്ത ഓപ്പറേഷൻസ് എന്താണ്? എലിമെന്ററി റോ വൈസ് ഓപ്പറേഷൻ. അപ്പൊ ഫസ്റ്റ് എലിമെന്റ് ഇവിടെ 0 ആക്കണേ എന്ത് ചെയ്തു? R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. R2 എന്ന റോയിൽ നിന്ന് R1 എന്ന റോ കുറച്ചു. അപ്പൊ നമുക്ക് ഇവിടെ 0 കിട്ടി, 1 കിട്ടി, 2 കിട്ടി. അതുപോലെ ഈ 1 0 ആക്കി എന്ത് ചെയ്തു? R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. R3ൽ നിന്ന് R1 കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0. 2ൽ നിന്ന് 1 കുറച്ചപ്പോ 1, 5ൽ നിന്ന് 1 കുറച്ചപ്പോ 4. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോണെന്ന് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു ഈ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതുന്നു, സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതുന്നു. ഇനി സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് ഏതാണ്? 1 ആണ്. ഈ 1ന് താഴെയുള്ള ഈ 1നെ നമുക്ക് എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. അത് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ നോക്കാം. R3 ചേഞ്ചസ് ടു R3 മൈനസ് R2. ഈ R3ൽ നിന്ന് R2 കുറയ്ക്കുകയാണ്. 0. ഇവിടെ എന്ത് വരും? 0. ഇവിടെ എന്ത് വരും? 4ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 4ൽ നിന്ന് 2 കുറച്ചാൽ 2 കിട്ടും. അപ്പൊ നമുക്ക് 1 1 1, അതുപോലെ തന്നെ 0 1 2 0 0 2. അപ്പൊ ഇതൊരു എക്ലോൺ ഫോം ആയിട്ട് മാറി. എക്ലോൺ ഫോം ആയിട്ട് മാറി മനസ്സിലായ എങ്ങനെയാണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴെയുള്ള അംഗങ്ങളെയൊക്കെ നമ്മൾ 0 ആക്കി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴെയുള്ള 0 ആക്കി. തേർഡ് റോ ഇത് 2 ആണ്. 2ന് താഴെയില്ല. അപ്പൊ ഇതൊരു എക്ലോൺ ഫോം ആണ്. This is an echelon form. അപ്പൊ എലിമെന്ററി റോ വൈസ് ഓപ്പറേഷനിലൂടെ തന്നിരിക്കുന്ന മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ റാങ്ക് നമുക്ക് എഴുതണം. റാങ്ക് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ എക്ലോൺ ഫോം. ഈ എക്ലോൺ ഫോമിലെ നോൺ സീറോ റോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റാങ്ക് എന്ന് വിളിക്കുക. ഇതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട് നോക്കിയേ. ഫസ്റ്റ് റോയില് നോൺ സീറോ എലിമെന്റുകൾ ഉണ്ട്. അപ്പൊ അത് 1 2 3. അപ്പൊ 3 നോൺ സീറോ റോസ് ഉണ്ട്. ഒരു റോയില് ഒരു എലിമെന്റ് എങ്കിലും നോൺ സീറോ വന്നാൽ ആ റോയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സീറോ റോസ്. ഒരു റോയിലെ എല്ലാ എലിമെന്റുകളും 0 ആണെങ്കിൽ അത് 0 റോയാണ്. ഒരു റോയിൽ ഒരു എലിമെന്റ് എങ്കിലും നോൺ സീറോ വന്നാൽ ആ റോവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സീറോ റോസ്. ഇവിടെ നമുക്ക് 1 2 3 നോൺ സീറോ ഉണ്ട്. Therefore rank of the given matrix. Therefore rank of the given matrix. തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റാങ്ക് എത്രയാണ്? 3 എന്ന്. ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുക. ഇത് ഡിസംബർ 2019 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് QT ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.